100+ ആണ് UDF. UDF 100+. എഴുതി വെച്ചോ, 100+. ഞാൻ പോളിംഗ് കൂടി കഴിയുമ്പോൾ ഒന്നും കൂടി പറയാം, കറക്റ്റ് ആയിട്ട് പറയാം. ഒരു ഡസൻ മന്ത്രിമാരെങ്കിലും പറയാം, ഒരു ഡസൻ. ചിലപ്പോ 1-2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നേ, ചിലപ്പോ ഒന്ന് കൂടി, ചിലപ്പോ ഒന്ന് കുറയും. അതിശക്തമായ വികാരമുണ്ട് എല്ലാ 12 മന്ത്രിമാര് LDF-ൽ നിന്ന് പരാജയപ്പെടുമെന്നാണ് നമ്മുടെ VD സതീശൻ ചേട്ടൻ പറയുന്നത്. ഇദ്ദേഹം ഒരു പഠിക്കേണ്ട വിത്താണ് കേട്ടോ. തീർച്ചയായിട്ടും ഇദ്ദേഹം പഠിക്കണം. രാഷ്ട്രീയ പ്രവർത്തകർ മുഴുവൻ പഠിക്കേണ്ട വിത്ത് എന്നൊക്കെ പറയുന്നത് എങ്ങനെ ആവാൻ പാടില്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയില്ല. എന്നാൽ അതേസമയം ചില ആളുകളൊക്കെ പഠിക്കണം. എന്തൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാലും ഒരുപക്ഷെ തന്റെ നിലപാടും തന്റെ സീറ്റ് അടക്കം തകർന്നു തരിപ്പണമാവുന്നുള്ള ആ ഒരു സമയത്ത് പോലും അചഞ്ചലമായി നിൽക്കാനുള്ള ഇദ്ദേഹത്തിന്റെ കഴിവിനെ നമുക്ക് സമ്മതിക്കുക തന്നെ വേണമെന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. കാരണം എത്ര ആരോപണങ്ങൾ വന്നു, ഒന്നിനെയും ഒരു കൂസലില്ലാതെ പൊതുജനങ്ങൾ വെറും കഴുതകളാണ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഈ നേതാവിനെ കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ നടക്കുന്നത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ഇലക്ഷനാണ്. ഈ ഇലക്ഷനെ ഞാൻ രസകരം എന്ന് പറയുന്നത് നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭരണ പാർട്ടിക്കെതിരെ ഒരു ആരോപണം പോലും ഇല്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷം ആണ് തൊട്ടപ്പുറത്തുള്ളത്. പ്രതിപക്ഷത്തിനെതിരെയാണ് ഇതുവരെ വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ മുഴുവൻ. സ്വാഭാവികമായിട്ടും ഭരണപക്ഷത്തിനെതിരെയുള്ള ഒരു വലിയ വികാരം ഉണ്ടാവുകയും അവർക്കെതിരെയുള്ള ചില അഴിമതി കേസുകൾ ഉണ്ടാവുകയും അവരെ വിമർശിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അതിവിടെ നടക്കുന്നേയില്ല. ഒരു തരത്തിൽ ഇത് കോൺഗ്രസ് വിചാരിച്ചത് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണപക്ഷം മുന്നോട്ട് വെച്ച വികസന പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾ അറിയരുതെന്നുള്ള ഒരു ലക്ഷ്യം. അതിന് പകരമായിട്ട് ചില്ലറ പ്രശ്നങ്ങളും ചില്ലറ നമ്മുടെ കോൺഗ്രസിന്റെ ബോംബുകളും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊട്ടിച്ചുണ്ടാക്കിയിട്ട് അതിന്റെ മേലെ ഇവിടെ ഭരണപക്ഷം തുടങ്ങി വെച്ച എല്ലാ തരം വികസന പ്രവർത്തനങ്ങളും മറച്ചു വയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിനെ കാണണമെന്നുള്ളതാണ്. നോക്കൂ, എന്തോരം വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ ഗവൺമെന്റ് ചെയ്തത്. പക്ഷേ അതെല്ലാം മറക്കപ്പെടുന്നു. അതിനപ്പുറത്ത് കോൺഗ്രസിന്റെ ചില കുരുത്തക്കേടുകൾക്ക് പിന്നാലെ പോകുന്നു എന്നുള്ളതാണ്. എന്നാൽ ആ കുരുത്തക്കേട് മറച്ചു വെച്ചു നുണ പറഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ഇവരെ കഴിവിനെ സമ്മതിക്കണം. ഇപ്പോഴത്തെ 12 പേർ ഈ ഭരണപക്ഷത്തു നിന്ന് പരാജയപ്പെടും. അതും 12 പേരും മന്ത്രിമാരായിരിക്കുമെന്നാണ് VD സതീശൻ ചേട്ടൻ പറയുന്നത്. തെക്കൻ കേരളത്തിൽ ഇപ്പോ തിരുവനന്തപുരത്ത് 1 സീറ്റാണുള്ളത്, അത് 8 സീറ്റ് വരെ ആവാം. കൊല്ലത്ത് 2 എണ്ണാണുള്ളത്, അത് 7 8 ആവാം. ഞാൻ ഇദ്ദേഹത്തിന്റെ ഈ കണക്ക് കഴിയുമ്പോഴേ ഇദ്ദേഹം ആ ഒരു ചിരി വരുന്നു, നമ്മുടെ വീടുകളുമായി ബന്ധപ്പെട്ടിട്ട് എന്താ നിങ്ങൾ ആ വീടൊന്നും കൊടുക്കാത്ത എന്ന ചോദ്യങ്ങളൊക്കെ വന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഒരു മറുപടി രീതി ഇങ്ങനെയായിരുന്നു. നമുക്ക് ഇത്ര ഇതായിരുന്നു, ഇപ്പോൾ കൂടിപ്പോയില്ലേ, നമുക്ക് ഇത്ര വോട്ടുണ്ട്, അത് ഇത്ര ആയിപ്പോയി എന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹം പണ്ട് പറഞ്ഞത് രാഹുൽ ഗാന്ധി ഇത്ര വീട് തരാൻ പറഞ്ഞു, അത് 100 എണ്ണായി. ഇപ്പുറത്ത് ഇത്ര വീട് തരും, അത് 100 എണ്ണായി. ഞങ്ങൾ വെച്ച് 100 ഇതാണ്, അപ്പൊ മൊത്തം 300 ആയില്ലേ, ഇനി ബാക്കി 140 വീട് മാത്രമേ ഉള്ളൂ എന്നൊക്കെ രീതിയിൽ ഇദ്ദേഹം കണക്ക് പറഞ്ഞില്ലേ, അതുപോലെ തോന്നിപ്പോയി. എന്തായാലും ഇത്തരം കണക്കുകളൊക്കെ എങ്ങനെയാണ് ഇനിയിപ്പോ ഭരണപക്ഷം ഇതിനെ നേരിടുന്നതെന്നുള്ളതാണ്. 2 നേരിടല് എനിക്ക് ഭയങ്കര രസകരമായി തോന്നിപ്പോയിട്ടുണ്ട്. ഒന്ന് കേൾക്കണം കേട്ടോ. മന്ത്രിമാർ അടക്കം തോൽക്കുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ സുരക്ഷിതനാണോ എന്ന് ചോദിക്കുന്നു. പ്രേക്ഷകരെ, നമ്മൾ ലൂസിഫർ എന്ന സിനിമയിൽ കണ്ടിട്ടുണ്ട് അല്ലെ? ഇനി രക്ഷിക്കാൻ PK രാംദാസ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു ചോദിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നിന്നെ ആരും രക്ഷിക്കുമെന്നുള്ളത്. ഏതാണ്ട് ആ ശൈലിയിലായിരുന്നു ഇന്ന് മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. എനിക്ക് മനസ്സിലാവാത്തത് മാധു അടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകരല്ല, മാധു അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ, ഇനിയിപ്പോ ന്യൂസ് മലയാളം, 24 ന്യൂസ്, ഒപ്പം തന്നെ കൈരളി ന്യൂസ് പിന്നെ പറയേണ്ട, അത് ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചാനലാണ്. 24 ചാനല്, പിന്നെ നമ്മുടെ ഏഷ്യാനെറ്റ് ഇല്ല, നമ്മുടെ ന്യൂസ് മലയാളം, പിന്നെ റിപ്പോർട്ടർ. ഈ ഒരു 3 ചാനൽ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ 3 ചാനലും ഉറപ്പായിട്ടും പറയുന്നത് മിനിമം 80-നും 90-നിടയ്ക്ക് സീറ്റുകൾ ഇടതുപക്ഷത്തിന് ഉണ്ടാവുമെന്നാണ്. അവർ ശക്തമായിട്ട് നമ്മുടെ നുണേശന്റെ നുണകളെ പൊരിച്ചടക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുമെന്നാണ്. എന്താ കേട്ടോക്കൂ. മന്ത്രിമാർ തോക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 12 മന്ത്രിമാർ തോക്കും, 1 ഡസൻ മന്ത്രിമാർ തോക്കും. പ്രതിപക്ഷ നേതാവിന്റെ കാര്യം ഭദ്രാണോ? അത് നമുക്ക് വേറെ രക്ഷയില്ല.
അരുൺകുമാർ തിരിച്ചൊരു ചോദ്യം പോലും ചോദിക്കുന്നില്ല, ചിരിച്ചു പോവുകയാണ്. കാരണം അതിഗംഭീരമായിട്ടുള്ള രീതിയിൽ ചോദ്യമല്ലേ. അപ്പോഴാണ് നമ്മുടെ ലൂസിഫർ അവിടേക്ക് കയറി വരുന്നത്. അടിപൊളി, ഇതാണ് ചോദ്യം. അതേപോലെയാണ് പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറയുമ്പോ പ്രതിപക്ഷ നേതാവിനെ ആര് രക്ഷിക്കുമെന്നാണ് ഇപ്പോൾ ചോദിച്ചു പോകുന്നത്. ഇനി ഇതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ വേറൊരു പത്രസമ്മേളനത്തിൽ വന്നൊരു കാര്യമാണ്, കണ്ടോക്ക്. വെക്കുന്ന തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങൾ UDF നടത്തി നഞ്ചിന ഗ്യാരണ്ടി 25 ലക്ഷം ഓരോ കുടുംബത്തിനും സുരക്ഷ, ആരോഗ്യ സുരക്ഷ, പെൻഷൻ 3000 ആക്കി ഉയർത്തും. അതുപോലെ തന്നെ KSRTC ബസ്സിൽ സൗജന്യമായിട്ടുള്ള യാത്ര. ഇതിനെങ്ങനെയാണ് LDF കാണുന്നത്? ആദ്യം ആ കുട്ടീന്റെ വീട് വെച്ചു കൊടുക്കട്ടെ. വയനാട്ടിലൊരു കുട്ടി, എന്തേലും ആ കുട്ടീന്റെ പേര് ശ്രുതി. ആ വീട് ആദ്യം വെച്ചു കൊടുക്കട്ടെ, എന്നിട്ട് മറ്റു കാര്യങ്ങളെ പറ്റി നമുക്ക് പറയാം. അപ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വിലയുണ്ടെന്ന് മനസ്സിലാക്കി. അല്ലെങ്കിൽ എന്തും പറയാലോ. പറയുന്നതിന്റെ ഭാഗമായിട്ട് എത്രത്തോളാണ് നടപ്പാകുക എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. എന്തൊരു വ്യക്തമായിട്ടുള്ള മറുപടി അല്ലേ. ആദ്യം ആ ഒരു ശ്രുതി അല്ലെ, ശ്രുതി എന്ന് പറയുന്ന ഒരു വയനാട്ടുകാരിയായിട്ടുള്ള പെൺകുട്ടിയുടെ വീടൊന്ന് വെച്ചു കൊടുക്കാൻ പറ ഈ കോൺഗ്രസ്സുകാരോട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കാര്യത്തിന് വ്യക്തത ഉണ്ടായിരിക്കും, ഒരല്പം വില ഉണ്ടായിരിക്കും. ഇതിപ്പോ ഒരു വിലയുമില്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ രീതിയിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമ്മുടെ പിണറായി വിജയൻ സഖാവ് പറയുന്നത്. എന്തായാലും അതിനെ നമുക്ക് സമ്മതിച്ചു കൊടുത്തു വെക്കൂ എന്നുള്ളതാണ്. കാരണം അത്രയ്ക്ക് നുണകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ പറഞ്ഞ കണക്കുകളൊക്കെ ഭയങ്കര പ്രശ്നമാണെന്ന് ഇടതുപക്ഷം ആരോപിച്ചു കഴിഞ്ഞു. ഇവര് ഒരു ശവം തൂക്കുകാരാണ്, ഈ ശവം തൂക്കുകാര് ഇപ്പോൾ മുന്നോട്ട് വെച്ച കണക്കുകളൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഇത്രയും വലിയ രാഷ്ട്രീയ പാർട്ടിക്ക് വെറും 5 കോടി മാത്രമേ പിരിഞ്ഞു കിട്ടിയുള്ളൂ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഈ കണക്ക് അവതരിപ്പിച്ച് പരാജയപ്പെട്ടു പോയ ഒരു മനുഷ്യനാണ്. സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ വിചാരിച്ചത് ഈ കണക്ക് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഇതോടുകൂടി തീരും ഈ പ്രശ്നങ്ങളെല്ലാം, പിന്നെ ഈ ഇത്തരം വയനാട് എന്നുള്ള ഒരു വാക്ക് കേൾക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കണക്ക് അവതരിപ്പിച്ചോട് കൂടിയിട്ട് പിന്നെ അവരെ പെട്ടു പണ്ടാടക്കെന്നൊക്കെ പറയില്ലേ, അത് ചോദിച്ചതാ. UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും ഈ വയനാടുമായി ബന്ധപ്പെട്ട ഫണ്ട്, ഫണ്ട് കളക്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതൊക്കെ കോൺഗ്രസിനെ വല്ലാതെ അലട്ടുന്നുണ്ടോ? വാട്ട് യു മീൻ ഫണ്ടുമായി ബന്ധപ്പെട്ട് വാട്ട് യു മീൻ എന്നാണ് ചോദ്യം. ഏത് മീന് നോക്കിയാലും പിടുത്തൊന്നുമില്ല. എന്തായാലും അദ്ദേഹം ഈ ഒരു ചോദ്യത്തിന് തല്ലുകൂടിയിട്ട് അവസാനം കാറ് കയറിയിട്ട് ഉത്തരം പറയാൻ പോവുകയും ചെയ്തേ. കാരണം അത് അവിടെ ക്ലോസ് ചെയ്യുന്നു വിചാരിച്ചിട്ടാണ് ഈ പാവം ചെങ്ങാതി അതൊന്നും അവതരിപ്പിച്ചേ. പക്ഷെ അത് ക്ലോസ് ചെയ്യപ്പെടില്ല, വീണ്ടും റീ ഓപ്പൺ ചെയ്യുകയും സ്വരാജിനെ വീണ്ടും ഇവരെ ചീത്ത വിളിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. എന്തൊക്കെയായാലും ഈ പറയുന്ന പോലെ നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ സീറ്റിന്റെ അവസ്ഥ എന്താണെന്ന് വലിയ പിടുത്തമല്ല കേട്ടോ. ഇദ്ദേഹം മുന്നേ പറഞ്ഞ പോലെ രാഷ്ട്രീയ വനവാസത്തിന് ചിലപ്പോൾ ഇറങ്ങേണ്ടി വരും. ബൈ.